ഹലോ എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകുന്നത് നമ്മുടെ ബീച്ചിലേക്കാണ്, പുതുവൈപ്പിൻ ബീച്ചിലേക്ക്. അതാണ് നമുക്ക് ആകെ ഇവിടെ നിയർ ബൈ ആയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ താമസിക്കുന്നിടത്ത് വേറെ നിയർ ബൈ ബീച്ചസ് ഒന്നും ഇല്ല. സോ അങ്ങനെ അധികം ഇവിടെ പുറത്ത് കൊണ്ടുപോകാറില്ല. ലൈക്ക് റാൻഡം ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതല്ലാതെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യാറില്ല. സോ വി തോട്ട് ഓഫ് ലൈക്ക് ടേക്കിംഗ് ഹെർ ഔട്ട്. അപ്പോ നമ്മളങ്ങനെ പുറത്തു പോകുമായിരുന്നു. സോ പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് ആള് കാറിൽ ഭയങ്കര ഡാൻസ് ഒക്കെയാണ് കേട്ടോ. ആൾക്ക് ഇഷ്ടമാണ് ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പുതുവൈപ്പിൻ ബീച്ച് എത്തി. സാധാരണ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്, പക്ഷെ അന്ന് ഒരു സൺഡേ ആയിരുന്നു. ബട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് പറ്റി. അതുപോലെ പാർക്കിങ്ങിന് സ്പേസസ് കുറച്ചും കൂടെ അവര് ഇപ്പോൾ നമുക്ക് ആക്സസിബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു അവിടെ സൺസെറ്റ് കാണാനൊക്കെ. നമ്മളൊരു 6-6:30 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അത്യാവശ്യം നല്ല സൺസെറ്റും അതുപോലെ തന്നെ നല്ലൊരു കോസി ഈവനിങ് ആയിരുന്നു. ആൻഡ് അച്ഛനും മോളും ആയിരുന്നു കടലിൽ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഞാൻ നോട്ട് എ സീ പേഴ്സൺ, പക്ഷെ എങ്കിൽ പോലും ഞാൻ കമ്പനി കൊടുക്കാറുണ്ട്. അപ്പോൾ അച്ഛനും മോളും ഒരുപാട് നേരം കടലിൽ ഇങ്ങനെ കളിച്ചു. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ ഇങ്ങനെ കളിക്കുന്നതൊക്കെ. അപ്പോൾ ആൾക്ക് ഭയങ്കര എന്താ പറയുന്ന ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അവളെ ബീച്ചിലേക്ക് കൊണ്ടുപോകണേ. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലാതെ അവൾക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്ന സ്ഥലത്തല്ലേ നമ്മൾ കൊണ്ടുപോകണ്ടേ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുപോയതും. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് കൂടുതലും ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള കുറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് തിര കൂടുതലായിരുന്നു കമ്പാരിറ്റീവ്ലി നമ്മൾ എപ്പോൾ വരുന്നതിനെക്കാട്ടി കൂടുതലായി. അങ്ങനെ നമ്മൾ അവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. ലൈക്ക് കുറച്ച് നേരം കടലിൽ കളിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മണ്ണിലോട്ട് ആളെ മാറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവിടെ നമുക്ക് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ട് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നലെയൊക്കെയോ ആരൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്. സോ ഒരുപാട് ഉള്ളിലോട്ട് പോവണ്ട എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നീട് നമ്മളെ മണ്ണിൽ കളിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലൈക്ക് ആൾക്ക് പക്ഷെ മണ്ണിൽ കൊണ്ട് ഇരുത്തുമ്പോഴാണെന്നുണ്ടെങ്കിലും കടലിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ അവർ പറഞ്ഞത് കൊണ്ട് തന്നെ ലൈക്ക് നമ്മളതിൻ്റെ അധികം കടലിൽ ഇറക്കാനോ ഒന്നും നിന്നില്ല. കുറച്ചൊന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ മണ്ണിൽ കളിക്കാനായിട്ട് കൊണ്ടെടുത്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലൈക്ക് ചില ആൾക്കാർക്കൊക്കെ കൺസേൺ ഉണ്ടാവും, ലൈക്ക് ഇപ്പോഴേ നമ്മളിങ്ങനെ മണ്ണിലൊക്കെ കളിപ്പിക്കണോ, അത് അഴുക്കല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇറ്റ്സ് ഫൈൻ. ലൈക്ക് അവരെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവർ ലൈക്ക് എപ്പോഴും ഇവർക്ക് അങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതൊക്കെ അവർ ചെയ്ത് പഠിക്കട്ടെ എന്നുള്ള, അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യട്ടെ. നമ്മളിപ്പോഴേ റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ കൊടുക്കണ്ട എന്നാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഒരുപാട് പാരൻസും ഇതുപോലെ മണ്ണിൽ കളിക്കണ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈവനിങ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് കൂടുതലും ലൈക്ക് കടലിൽ ഇറങ്ങുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് കുറേ കുട്ടികൾ നമ്മൾ പണ്ട് കൊട്ടാരം ഉണ്ടാക്കി കളിക്കണ പോലെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മോളെ ആണെങ്കിലും നമ്മൾ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുകയല്ലേ, ലൈക്ക് ആയിട്ട് അവരുടെ ഓരോ മൈൽ സ്റ്റോൺസ് ഇങ്ങനെ കിടക്കും തോറും ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈക്ക് സംസാരിച്ച് മനസ്സിലാക്കുന്ന സമയമല്ലേ. സോ അവൾക്ക് കടലിതാണ്, കപ്പലിതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ബോട്ടും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ലൈക്ക് ദേ നീഡ് ടു ബി മോർ സോഷ്യൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇടയ്ക്ക് റാൻഡമായിട്ട് പുറത്ത് കൊണ്ടുപോകണേ. ആൻഡ് അങ്ങനെ ഒരു ഈവനിങ് നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്തു. ഞാൻ ഫുൾ ടൈം മണ്ണിലായിരുന്നു. ആൻഡ് അവൾ എല്ലാ കുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ്. സോ ഷീ യൂസ് ടു ലൈക്ക് എന്താ പറയുന്നത്, കുട്ടികളോടൊക്കെ കൂട്ടുകൂടാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്. അല്ലാതെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പം മോളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഷി വാസ് ലൈക്ക് ഷെയർ ചെയ്യാനായിട്ട് റെഡിയാണ് അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ. അപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിക്കും കളിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ലൈക്ക് ഐ ഫീൽ സോ ഹാപ്പി. ബിക്കോസ് ഇങ്ങനെ ഷെയറിങ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ആൾക്ക് വോളണ്ടറി ആയിട്ട് അത് വന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷം നമ്മളും ആളുടെ ടോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു രൂപമൊക്കെ ഉണ്ടാക്കി. ആൻഡ് അത്രയേ ഉള്ളൂ. അന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പം കുഞ്ഞിനൊരു റിഫ്രഷിംഗ് ആയിരുന്നു. ബൈ ബൈ.